ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും കിടിലം പടവും കിടിലം ഓഡിയൻസും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പടം എൻജോയ് ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ ഡ്യൂക്കിന്റെ ചാവി കാണാതെ 8ന്റെ പണി കിട്ടും. 12 മണിക്കുള്ള ട്രാഫിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബബ്ബ കാണാൻ വന്നവരുടെ തിരക്കാണ് കേട്ടോ. കട്ട എക്സൈറ്റഡ് ആയി കയറി ചെന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ദിലീപേട്ടൻ്റെ അടിപൊളി കട്ടൗട്ട് കണ്ട് അങ്ങനെ നോക്കും പവർഫുള്ളായ വേറെ ലെവൽ ഓഡിയൻസ്. കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്ര എൻജോയ് ചെയ്യുന്നത്. ദിലീപേട്ടൻ്റെ കംബാക്ക് തന്നെ കണ്ടവരാണ് അഭിപ്രായം കമ്മിൻ്റെ സെക്കൻഡ് ഹാഫും ഇവിടെ 2 ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ കവിത തിയേറ്ററിൽ 10,500 സീറ്റിംഗാനുണ്ട്. അത് ഫുൾ ഓൺ ആയിട്ടുള്ള അടിപൊളി ഓഡിയൻസ്. ഇവരുടെ കാണുമ്പോൾ ഒരു എനർജി വേറെ ലെവൽ. 2.5 മണിക്കൂർ ഫുൾ ഡാൻസ് തുള്ളൽ തന്നെ. ഇപ്പൊ ദിലീപേട്ടനും ലാലേട്ടനും ഒരേ ഇതാണ് ശരിയായ മൂവി. ചില ഊളകൾ ഈ മൂവിക്ക് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ആ തുടക്കുമ്പോൾ തന്നെ പറയാറുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ്. ഇത് ഷോവിന് വേണ്ടിയുള്ള പടമാണ്. ലാലേട്ടൻ്റെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും പൊന്നെ 10,000-2,000 പേരുള്ള കവിത തിയേറ്ററിൽ ഇങ്ങനെ വന്നത് കാണുവാണെങ്കിൽ ഇവിടെയൊക്കെ കാണണം. AC ഒന്നുമില്ലെങ്കിൽ പഴയ തിയേറ്റർ ആണെങ്കിലും വൈബേഷ്. വേറെ ഒന്നും പറയാനില്ല. ദിലീപണ്ണൻ നമുക്ക് എപ്പോഴും കംബാക്ക്. നമ്മുടെ ദിലീപണ്ണന്റെ കംബാക്കും കണ്ട് ഹാപ്പിയായി ഡാൻസ് കളിച്ച് ചെന്ന് ഡ്യൂക്ക് നോക്കുമ്പോൾ അറിയുന്ന ഡ്യൂക്കിന്റെ ചാവി എവിടെയോ മിസ്സായി. അങ്ങനെ രാത്രി 3 മണിക്ക് തിയേറ്റർ കുത്തി തുറന്ന് ചാവി പരത്തുന്ന കാര്യങ്ങളാണ്. കുറച്ചധികം സീനായി. അത് അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ബൈ മക്കളെ. ഫുൾ സീൻ.